നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിന്റെ ടീം ഇപ്പോഴുള്ളത് കൊല്ലത്താണ്. കൊല്ലം രാമൻകുളങ്ങര എന്നൊരു മനോഹരമായ ദേശത്ത്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 13 പരം വർഷമായി ആയുർവേദ രംഗത്ത് അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിച്ച ഒരു സ്ഥാപനമുണ്ട്, ഒരു ഡോക്ടറുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾപ്പെടുത്തി തനതായ ചികിത്സ നൽകി വളരെയധികം റിസൾട്ട് ഉണ്ടാകുന്ന ഒരു വലിയൊരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തെ തേടിയെത്തുന്ന രോഗികൾ തീർച്ചയായിട്ടും അവർ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അവർ എന്താഗ്രഹിച്ചെത്തിയോ അതിന് പരിപൂർണമായിട്ടും സംതൃപ്തി നേടിയിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത്. ആയുർവേദത്തിൻ്റെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ മികച്ച ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ ദീപ മേഡമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. അതുപോലെ തന്നെ വാഴയിൽ ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റൽ, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ ഇതിൻ്റെ തുടക്കവും ഇതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അല്പസമയം നമ്മളോടൊപ്പം പങ്കുവെക്കാം. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മളുമായിട്ട് അല്പസമയം പങ്കുവെക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ ദീപ സുദർശനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ ആ ഒരു മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നൽകി വളരെയധികം സന്തോഷകരമായിട്ടുള്ള ജീവിതം സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാണ് വാഴ ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ ദീപ, താങ്കളുടെ ഈ ഒരു സേവനം അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ കടന്നുവരവ്? എല്ലാവർക്കും പാരമ്പര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കാണും ഈ ഒരു സംസാരിച്ച് വരുമ്പോഴത്തേക്കും. എന്നാൽ അങ്ങനൊരു സപ്പോർട്ടിലല്ല നമ്മൾ ഈ സ്ഥാപനം വന്നത്. എല്ലായിടത്തെയും പോലെ ഞാൻ ആണ് ആയുർവേദ ഡോക്ടർ. ഞാൻ പഠിച്ചതിന് ശേഷം, ഈ പഠനത്തിന് പോയതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. അത് ഇപ്പോൾ 13 കൊല്ലത്തോളമായി നമ്മൾ ഈ ഒരു മേഖലയിൽ ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ റൺ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് എന്താ പറയുക, ഈ പറയുന്ന പോലെയുള്ള പാരമ്പര്യ സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടുകളോ ഒറ്റമൂലി പ്രയോഗങ്ങളോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. പക്ഷേ വരുന്ന പേഷ്യൻസിന് അവർക്ക് വേണ്ടുന്ന റിസൾട്ട് അത് നമ്മളാൽ എന്ത് ചെയ്ത് കൊടുക്കാം, എങ്ങനെ അവർക്ക് റിസൾട്ട് കൊടുക്കാം, അതാണ് ഈ ഒരു സ്ഥാപനം ഈ 13 കൊല്ലം വരെയും സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ആയുർവേദത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ അറിവുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ തനതായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ കൊണ്ടുകൊടുക്കുന്നത്. അല്ലാതെ പാരമ്പര്യമായി കിട്ടിയ ഒറ്റമൂലി ചികിത്സകളുടെ ആ ഒരു സാധ്യത ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമുക്കില്ല, അങ്ങനെ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ. നമ്മൾ പഠിച്ച ശാസ്ത്രം അത് എത്രത്തോളം മറ്റുള്ളവരെ സഹായപരമായി എത്തിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു ആയുർവേദ സ്ഥാപനമായി ഈ ഒരു 13 വർഷം കൊണ്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്തു വരുന്നത്? ഇവിടെ നമ്മൾക്ക് കൂടുതലും വരുന്ന ചികിത്സ തേടി വരുന്ന ആളുകൾ കൂടുതലും നടുവേദന, അതായത് വാദം അസുഖങ്ങൾ അല്ലെങ്കിൽ സന്ധിവാദം, സന്ധിവേദന, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിനാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ അതിൽ നമ്മുടെ ശാസ്ത്രം അനുമാനിക്കുന്നതായിട്ടുള്ള ആ പേഷ്യൻറ്റിന് എന്താണോ വേണ്ടുന്നത് അതുപോലുള്ള ഒഴിച്ചിലായാലും അല്ലെങ്കിൽ തടവ് ചികിത്സകളായാലും കിഴികളായാലും അതുപോലെ തന്നെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഷായങ്ങളായാലും വളരെ മിതമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ചികിത്സ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് പോകുന്നത് എല്ലാ കിഴികളും മസാജ് പോവും, കിഴി പോവും, അഭ്യംഗം, എല്ലാ തരത്തിലെയും കിഴികൾ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മളിവിടെ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ ഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എടുത്തേക്കുന്ന ഡോക്ടർ ആര്യ മുരളിയാണ്. അപ്പോൾ ചികിത്സയും അതിൻ്റെ വേണ്ടുന്ന ക്രമങ്ങളും എല്ലാം നിശ്ചയിച്ച് അതിൻ്റെ വേണ്ടുന്ന രീതിയിൽ അത് പേഷ്യൻസിൽ എത്തിക്കുന്നത് ഡോക്ടർ ആര്യ മുരളിയാണ്.
അപ്പോൾ ചികിത്സയും മറ്റ് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഡോക്ടർ ആര്യ മുരളി നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഡോക്ടർ, തീർച്ചയായിട്ടും വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും നമ്മളുടെ ഈ ഒരു ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി തീർച്ചയായിട്ടും അത് നമ്മളുടെ പേഷ്യൻസിനും അതുപോലെ നമ്മളെ കേൾക്കുന്നവർക്കും അതിന്റെ ഒരു മൂല്യത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ഇതിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ആയുർവേദം എങ്ങനെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആയുർവേദത്തിലേക്ക് വരണം? എല്ലാ ചികിത്സാ സമ്പ്രദായവും എല്ലാ രീതിയിലും മനുഷ്യരെ സഹായിക്കാനുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആയുർവേദം. പക്ഷെ ആയുർവേദത്തിലുള്ള ഒരു മേന്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രോഗ ചികിത്സ മാത്രമല്ല, ചികിത്സ കഴിഞ്ഞിട്ട് ആ വ്യക്തി രോഗിയായാലും അല്ല ആയുർവേദത്തിൻ്റെ ഒരു ചികിത്സ നേടുന്ന ഒരു വ്യക്തിക്ക് അവരെ ആരോഗ്യം പൂർണ്ണമായി കിട്ടുന്ന ആരോഗ്യം അല്ലെ നല്ല ആരോഗ്യമുള്ള മനുഷ്യർക്ക് അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സഹായം ആയുർവേദത്തിൽ കൂടി നൽകുന്നതാണ്. അത് ആയുർവേദത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതായത് ചികിത്സിക്കുക മാത്രമല്ല, രോഗത്തെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക മാത്രമല്ല, അതിനുപരിയായി ആ കിട്ടുന്ന ആരോഗ്യത്തെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള മെഡിസിൻസ് ആയാലും ചികിത്സാ മുറകളായാലും ഈ ഒരു സിസ്റ്റത്തിൽ കൂടി നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഇപ്പോൾ വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെന്ററിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രേക്ഷകരുണ്ട്. അവർക്ക് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ സെന്ററിലേക്ക് എത്തുവാണെങ്കിൽ അവർക്ക് നമ്മുടെ സെന്റർ കൊടുക്കുന്ന സൗകര്യങ്ങൾ, അവർക്ക് എത്രമാത്രം ഫെസിലിറ്റീസാണ് നമ്മൾ വാഴയത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിൽ അവർക്ക് വന്ന് ഡോക്ടറെ കാണുകയും ആ രോഗനിർണയം കഴിഞ്ഞ് അതിന് വേണ്ടുന്ന മരുന്നുകൾ ഇവിടെ തന്നെ അവർക്ക് ലഭ്യമാകുന്നതാണ്. ഇവിടെ ഫാർമസി ഉണ്ട്, നമ്മുടെ ഫാർമസിയിൽ അതിന് വേണ്ടുന്ന മെഡിസിൻസ് ലഭ്യമാകുന്നതാണ്. അതേ വരുന്ന ആൾക്കാർക്ക് കിടന്ന് ചികിത്സിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അവർക്ക് വന്ന് ഇവിടെ റൂമുകൾ ഫെസിലിറ്റി ഉണ്ട്. റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കുള്ള ചികിത്സകൾ ഇവിടെ നേടിയെടുത്ത് എത്ര ദിവസമാണെന്ന് വെച്ചാൽ അത്രയും ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, അതും അതിനനുസരിച്ചുള്ള പഥ്യമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഇവിടെ തന്നെ അവർക്ക് ലഭ്യമാവുന്നതാണ്. ആഹാരം, മരുന്ന് എല്ലാം തന്നെ ഇവിടെ നിന്ന് ലഭ്യമാവുന്നതാണ്. അപ്പോൾ എത്ര ദിവസത്തെയാണോ അത്രയും ദിവസത്തെ ചികിത്സയും മരുന്നും ആഹാരവും ഇവിടെ നിന്ന് ലഭിച്ച് അവർക്ക് സുഖം പ്രാപിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ പ്രസവാനന്തര ചികിത്സ ആയുർവേദത്തിൽ വളരെ മികച്ച രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ ഈ ഒരു ആയുർവേദം തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസവാനന്തര ചികിത്സ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മളുടെ വാഴയത്ത് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അവർക്ക് പ്രസവ ചികിത്സക്കാർക്കായിട്ട് പ്രത്യേകമായി അവരുടെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ. അതായത് എല്ലാവരും പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ വീട്ടിൽ കുഞ്ഞു കുട്ടിയാണ് ആക്കിയിട്ട് അപ്പം കുഞ്ഞിന് വേണ്ട കുളിപ്പിക്കുക അല്ലെ അങ്ങനെയുള്ള കെയറുകൾ, കുഞ്ഞിന് വേണ്ടുന്ന കെയർ ആയാലും ഇവിടുന്ന് ലഭ്യമാവുന്നതാണ്. അവർക്ക് അവരുടെ ബൈസ്റ്റാൻഡറുമായിട്ട് ഇവിടെ വന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന കിഴി, വേത്, കുളി എല്ലാം തന്നെ ഇവിടെ അവർക്ക് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടുന്ന മെഡിസിൻസ് ആയാലും പഥ്യ ആഹാരങ്ങളായാലും അതിന് വേണ്ടുന്ന ആഹാര സപ്പോർട്ടുകൾ ഫുൾ ടൈം നമ്മൾ ഫോണിൽ കൂടെ ആയാലും അവർക്ക് അവൈലബിൾ ആയിരിക്കും. അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അവർക്ക് എങ്ങനെ വേണം, എന്തൊക്കെ ആഹാരങ്ങൾ, അത് ഈ ഓരോ സമയത്ത് ഓരോ മെഡിസിൻ കഴിക്കുമ്പം എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കേണ്ട, എന്തൊക്കെ ആഹാരം ഇപ്പോൾ തുടങ്ങണം, ഇങ്ങനെയുള്ള അഡ്വൈസസ് എല്ലാം നമ്മൾ ഇവിടുന്ന് നൽകി അവർക്ക് വേണ്ട സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് അമ്മയ്ക്കും കുട്ടിക്കുമുള്ള കെയർ നമ്മൾ ഇവിടുന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചികിത്സയോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ പുറത്തിറക്കുന്ന കുറേ പ്രൊഡക്റ്റുകളുമുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ട് നമ്മളിലേക്ക് ആവശ്യക്കാരേറെ വരുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറിന്റെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്? എൻ്റെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് വരുന്ന നമ്മളെ ഹെയർ ഓയിലാണ്. ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. യാദൃശ്ചികമായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്ത് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നതാണ്, മാർക്കറ്റിംഗ് എന്ന രീതിയിലല്ല. നമ്മുടെ ഇൻപേഷ്യൻസിൻ്റെ ഒരു ഹെഡ് മസാജ് എന്ന നിലയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർക്ക് റിസൾട്ട്സ് കിട്ടി. അതായത് ഹെയർ ഫോൾ, ഇപ്പം പറയുന്നത് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് 21 ദിവസം അല്ലെങ്കിൽ 18 ദിവസം കൊണ്ട് ഹെയർ ഗ്രോത്ത് എന്നല്ല പറയുന്നത്. പക്ഷെ അതിൽ തന്നെ അവർക്ക് ഹെയർ ഫോളിൻ്റെ ആയാലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡാൻഡ്രഫ്, ഇച്ചി, സ്കാൽപ്പ് എന്ന പോലുള്ള കണ്ടീഷൻസിൽ ഒത്തിരി വ്യത്യാസം കിട്ടുന്നത് കണ്ടുകൊണ്ട് പേഷ്യൻസിൻ്റെ തന്നെ റെക്കമെൻഡേഷൻ ആയിരുന്നു അവർക്കത് ഔട്ട്സൈഡിലും വേണം, അല്ലെങ്കിൽ നമ്മളെ പർച്ചേസ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ സെയിലിനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സെയിൽസിലോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 10ഓളം കൊല്ലമായിട്ട് നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ ശുഭാമൃതം ഹെയർ ഓയിൽ.
ഡോക്ടർ വളരെയധികം സന്തോഷം. കാരണം ഒരു ലേഡി ഡോക്ടർ ആയുർവേദത്തിൽ ഇത്രയും അധികം വിജയിച്ച ഡോക്ടർമാരൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ ചുരുക്കം ചിലരെ വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടറിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങളും ഈ ഒരു വിജയവും വാഴയത്തിൻ്റെ ഈ ഒരു വിജയവും താങ്കളുടെ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൂടി ഉണ്ട്, അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിജയം എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനങ്ങൾ വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഈ ഒരു വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ ടീമിന് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ലക്ഷ്യം? എങ്ങനെയാണ് ഈ ഒരു വാഴയത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്? ഈ സ്ഥാപനം തുടങ്ങിയ സമയം ഇപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് ഞങ്ങൾ സീനിയർ ഡോക്ടർ അനിൽകുമാർ സാറിൻ്റെ സ്ഥലം മഞ്ചേലമൂടാണ്. സാറ് ആയാലും നമ്മളായാലും ഈ സ്ഥാപനം വളർത്തുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർക്ക് അവരെ ആരോഗ്യപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ, എത്ര പേർക്ക് ഇവിടെ വരുന്നു അത്രയും പേർക്കുള്ള ആരോഗ്യ സൗഖ്യം എങ്ങനെ നൽകാം, അത് തന്നെയാണ് ഇവിടെ എപ്പോഴും നമ്മുടെ ലക്ഷ്യം. കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ സുഖചികിത്സാ പാക്കേജസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഒരാൾ വന്ന് സുഖചികിത്സാ പാക്കേജ് ചോദിച്ചാൽ നമുക്ക് തരാനില്ല. കാരണം നമുക്ക് പാക്കേജസും ഇല്ല, പാക്കേജ് ഇല്ല. ഒരു കർക്കിടകത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഇവിടെ വന്ന് നോക്കിയാൽ മതി, ഇവിടെ കർക്കിടകത്തിന് പേഷ്യൻസ് കാണില്ല. അതായത് ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടല്ലാതെ ഒരു സ്പാ സെറ്റപ്പിലോ ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ 7 ദിവസത്തിന് ഇത്ര രൂപ പാക്കേജ്. പിന്നെ കർക്കിടകത്തിൽ വളരെ ഒറ്റപ്പെട്ട കേസസിൽ ആൾക്കാർ ചോദിക്കും, അവർക്ക് ഫ്രീ ടൈമാണ് അവർ, എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, എന്തെങ്കിലും തരത്തിൽ അവർ മസാജ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശശുദ്ധി കാണുമല്ലോ. ചിലപ്പോൾ അവർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡി പെയിൻ ആയിരിക്കും. അവരുടെയും കേസ് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് ട്രീറ്റ്മെന്റ് ആയിട്ടാണ്. പിന്നെ അതിൽ നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് 18 ദിവസം അല്ലെങ്കിൽ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിട്ട് പോകും. നമുക്ക് ഒത്തിരി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് പ്രത്യേകതരം മർമ്മ ബാൻഡേജസും മർമ്മ മസാജസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കപ്പിംഗ് പോലത്തെ തെറാപ്പീസ് ഉണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ആധികാരികമായിട്ട് കുറേ കൂടി ഡോക്ടർ ആര്യമുരളി പറയുന്നതായിരിക്കും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു വിജയം, ഈ ഒരു വാഴത്തിൻ്റെ ഒരു പബ്ലിസിറ്റി പോലും ഇല്ലാതെ അവർ ഇവിടെ എത്തുന്ന രോഗികളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തി, അവിടുന്ന് പേഷ്യൻസ് എത്തി ഈ ഒരു മഹത്തായ വിജയം നേടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു യാത്രയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സ്റ്റാഫുകളെ കുറിച്ച്, ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം അവരിൽ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അവസരം അവർക്കും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സീനിയർ ഡോക്ടർ ഡി അനിൽകുമാർ, അദ്ദേഹത്തിനോടാണ് എനിക്ക് ആദ്യമേ നന്ദി പറയാനുള്ളത്. ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. ഇവിടെ തിങ്കളാഴ്ച തോറും അദ്ദേഹം വരാറുണ്ട്. അപ്പം അദ്ദേഹത്തിനോടാണ് വലിയൊരു നന്ദി പറയാനുണ്ട് ഈ ഒരു സ്ഥാപനത്തിന് ഇത്രയും സപ്പോർട്ട് തന്നതിന്. പിന്നെ ഡോക്ടർ PJ അജി ഡോക്ടർ, പുള്ളി ഇപ്പം നാട്ടിലില്ല, മസ്കറ്റിലാണ്. പക്ഷെ പുള്ളിയും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരിയും സപ്പോർട്ട്സ് ഒക്കെ തരുന്നതാണ്. പിന്നെ ഇതുവരെയും ഇവിടെ ആരംഭമായിട്ടിരുന്ന എല്ലാ ഡോക്ടേഴ്സും, ഡോക്ടർ രാജശ്രീ, ഡോക്ടർ രജനി, ഡോക്ടർ ആരതി ആനന്ദ്, ഡോക്ടർ ആര്യമുരളി, ഇവരോട് എല്ലാവരോടും വളരെയധികം ഒരു ആത്മാർത്ഥമായ ഒരു നന്ദി പറയാനുണ്ട് ഈ ഒരു വേളയിൽ. കാരണം അവരെല്ലാവരും അവരുടേതായ ഒരു വീട് പോലെ കണ്ട്, അല്ലെ വരുന്നവർ അവരുടെ സ്വന്തം ആൾക്കാരായിട്ട് കണ്ട് ഇതുവരെയും പെരുമാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 13ാമത്തെ കൊല്ലവും നമ്മളിങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ തെറാപ്പിസ്റ്റ്. നമ്മുടെ പകുതി അവർ പകുതിയാണ്. നമ്മളിവിടെ ചികിത്സ നിർണയിച്ച് അവരെ കൈ കൊടുത്ത് അവരത് നല്ല രീതിയിൽ അവരിൽ എത്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി ആ ഒരു പേഷ്യൻസിന് കിട്ടത്തുള്ളൂ. അതിന് എൻ്റെ ഫീമെയിൽ തെറാപ്പിസ്റ്റായ അമ്മിണി, മെയിൽ തെറാപ്പിസ്റ്റായ സുരേഷ് ബാബു, അവർ രണ്ടുപേരുണ്ട്. അവർ പിന്നെ അമൽ, അശ്വിൻ, അവരൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത്, അനന്തു ഒക്കെയാണ്, അവരൊക്കെയാണ് നമ്മളെ മെയിൻ. ഇതിൽ സീനിയർ ആയിട്ടുള്ള തെറാപ്പിസ്റ്റാണ് അമ്മിണി. അപ്പോൾ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇവിടെ ബാക്കി എല്ലാ തെറാപ്പിസ്റ്റിനായാലും ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നതും ഇവിടുത്തെ ചട്ടവട്ടങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും എല്ലാം തന്നെയും. പിന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്സ്, അവരുടെ ഒരു സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് പലതരത്തിൽ അസുഖക്കാരാണ്, അവർക്ക് വേണ്ടുന്ന എന്ത് സഹായത്തിനും അവർ നിൽക്കും. അല്ലാതെ നമ്മളെ ജോലിയിൽ പെടുന്ന അല്ലാതെ അത് ബൈസ്റ്റാൻഡറിൻ്റെ ജോലിയാണ്, അല്ലാതെ തെറാപ്പിസ്റ്റ്. ഇവിടെ അങ്ങനെ ആർക്കും ഡോക്ടറെ ജോലി അങ്ങനെയില്ല. ഇവിടെ എല്ലാവരും കണ്ടറിഞ്ഞ് അതാത് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്ത്
എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക, അവർക്ക് വേണ്ട റിസൾട്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ രീതിയിലും എൻ്റെ കൂടെ നിന്ന ഈ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ അവസരത്തിൽ ഞാൻ വളരെയധികം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് ദർശന ടിവിയുടെ വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. വാടിയത്ത് ആയുർവേദ ആശുപത്രിയുടെ ടീമിൻ്റെ വഴിയും എൻ്റെ സ്വന്തം വകയും ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ RMO ഡോക്ടർ ആര്യ മുരളിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹോസ്പിറ്റലിന്റെ വിജയം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ ചികിത്സാ മേഖല കൈകാര്യം ചെയ്തത്, അതുപോലെ തന്നെ ഇവിടുത്തെ പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, മറ്റുള്ള സ്റ്റാഫുകളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്, എല്ലാ മേഖലയിൽ കൂടിയും ഒരു നോട്ടം എത്തുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ആര്യ മുരളി. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇവിടുത്തെ ചികിത്സാ മേഖലയെ കുറിച്ചാണ് ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ ആര്യ മുരളിയെ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ചികിത്സാ മേഖല, ഈ ഒരു ചികിത്സാ മേഖല കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡോക്ടർ പറയും. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. തികച്ചും ചികിത്സ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത്. കൂടുതൽ ഗിമിക്കുകളില്ലാതെ ശരിക്കും രോഗികൾക്ക് വേണ്ടത് എന്താണ് അത് നൽകി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയവും. നമുക്ക് വരുന്ന പേഷ്യൻസും കൂടുതലും മുന്നേ ഉള്ള പേഷ്യൻസ് പറഞ്ഞറിഞ്ഞ് അവർക്ക് സുഖം കിട്ടി, അവർ പറഞ്ഞറിഞ്ഞാണ് നമുക്ക് പേഷ്യൻസ് കൂടുതലായിട്ടും വരുന്നത്. ഇവിടെ ഞാൻ കൂടാതെ നമുക്ക് സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. 45 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അനിൽകുമാർ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ്സ് നടത്തുന്നത്. നമുക്ക് ഇവിടെ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് കൂടുതലും ഓസ്റ്റോ ആർത്രൈറ്റിസ് ആണ്. നമുക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലാണ് പേഷ്യൻസ് കൂടുതലായിട്ടും IP ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഇവിടെ സമീപിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് മെറ്റബോളിക് സിൻഡ്രോംസ്, അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങളിലും ഡിസ്മെനോറിയ കേസസ്, അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളിലും നമുക്ക് ഒരുപാട് ചികിത്സ ചെയ്ത് വിജയം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ, മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സിനും ഒക്കെ നമുക്കിവിടെ ഒരുപാട് പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ. അത് അവരുടെ ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് നമ്മുടെ സെൻറ്റർ കൈകാര്യം ചെയ്യുന്നത്? ഒരു ഫാറ്റി ലിവർ രോഗിയെ എങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചികിത്സ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ചികിത്സാ രീതികളും എങ്ങനെയാണ്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രോം ആണ്. അതായത് അവരുടെ ജീവിതചര്യകൾ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നോൺ ആൽക്കഹോളിക് ആയിട്ടും ഒരുപാട് കേസസ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ ഫുഡിൽ ഒരു കൺട്രോൾ ഇല്ല, ഡയറ്റ് കൊണ്ടുള്ള ഫാറ്റി ലിവർ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ആൽക്കഹോളിക്കിനെക്കാട്ടിയും കണ്ടുവരുന്നുണ്ട്. പൊതുവെ യങ്സ്റ്റേഴ്സിലും കാര്യമായിട്ട് തന്നെ ഫാറ്റി ലിവർ ഡിസോർഡർ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നമ്മൾ ഒരുവിധം ഉള്ള ആൾക്കാരിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ grade 1 ഫാറ്റി ലിവർ എങ്കിലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം തോന്നുന്നത് എല്ലാവരുടെയും ഒരു ജീവിതചര്യകളാണ്. അങ്ങനെ എക്സസൈസ് ഇല്ലാത്തതും ഡയറ്റിൻ്റെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ബേസിക് കാരണങ്ങൾ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ചികിത്സയും മുന്നോട്ട് പോകുന്നത്. ആയുർവേദവും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിദാനത്തിനാണ് പ്രധാനം. നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ ഈ ആൾക്ക് ആ അസുഖം വരുന്നത് അതാണ് നമ്മൾ ആദ്യമേ ചികിത്സിക്കേണ്ടത്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റിനാണെങ്കിൽ ഓഫ് കോഴ്സ് ആൽക്കഹോൾ കൊണ്ട് തന്നെയാണ് അവർ ഫാറ്റി ലിവർ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അയാളുടെ ഡയറ്റും അതിനകത്തൊരു ഭാഗമായേക്കാം. അപ്പോൾ എന്താണോ ആ ഒരു അസുഖം ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യുകയാണ് ആദ്യമായിട്ട് ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട്. നമ്മുടെ ക്ലാസിക്കൽ മെഡിസിൻസ് ആയിട്ടും ഉണ്ട്, പേറ്റന്റ് ഡ്രഗ്സ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ ആ രോഗിക്ക് ആവശ്യം, അയാൾ എന്ത് നിദാനം കൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണോ ഈ അസുഖം പിടിപെട്ടിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നമുക്കിവിടെ കൊടുത്തു വരുന്നത്. ഈവൻ ഒരു grade 3 വരെ പ്രോഗ്രസ് ചെയ്ത കേസസ് വരെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആയുർവേദ മെഡിസിൻസ് തന്നെ കംപ്ലീറ്റ് കൊടുത്ത് ഡയറ്റ് മോഡിഫൈ ചെയ്ത് അവരുടെ എക്സസൈസ് പാറ്റേൺസ് ഒക്കെ ഗൈഡ് ചെയ്ത് അവർക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ ആര്യ മുരളി. താങ്കളുടെ ഇനിയുള്ള എല്ലാ ഫ്യൂച്ചർ ചികിത്സാ ലൈഫിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഴയത്ത് ശ്രീ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റൽ താങ്കൾ ആഗ്രഹിക്കുന്ന ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.